നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 27/4/2026 തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില കോട്ടയം മാർക്കറ്റ് വില നോക്കുമ്പോൾ RSS 4 കിലോ 251, RSS 5 കിലോ 237, ISN 20 205, ലാറ്റക്സ് 60% ആഴ്ചയിൽ 159 രൂപ 55 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 251, RSS 5 കിലോ 237. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 234, ലോട്ട് കിലോ 201 മുതൽ 206 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 152, 60% DRC ഒട്ടുപാൽ കിലോ 114. ഇനി വിദേശ നോക്കുമ്പോൾ RSS 4 കിലോ 256 31 പൈസ, RSS 5 കിലോ 255 രൂപ 87 പൈസ. ഇതാണ് വിദേശ വില. ഫീൽഡ് ലാറ്റക്സ് 216, 25% DRC 200 ലിറ്റർ ബാരലുകളിൽ 10,800, 30% DRC 200 ലിറ്റർ 12,960, 35% DRC 200 ലിറ്റർ ബാരലിന് 15,120, 40% DRC 200 ലിറ്റർ 17,280. ഇനി കേരളത്തിലെ വ്യാപാരികളെ നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 233, RSS 5 കിലോ 229, ISN 20 200 മുതൽ 250 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 134 മുതൽ 145 രൂപ. ഇതാണ് രാവിലത്തെ റബ്ബർ വില. യഥാർത്ഥത്തിൽ റബ്ബർ വില 300 കടന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ കർഷകർക്ക് ചെറിയ ലാഭമെങ്കിലും എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ 250 അടുക്കാൻ പോകുന്ന റബ്ബർ വില യഥാർത്ഥത്തിൽ ഇപ്പോൾ ടാപ്പ് ചെയ്ത കൂലി മാത്രമേ കൊടുക്കാൻ കർഷകർക്ക് തികയത്തുള്ളൂ. അതേസമയം സ്വന്തമായി റബ്ബർ ടാപ്പിങ് ചെയ്യുകയാണെങ്കിൽ ആ കൂലി അവർക്ക് തന്നെ എടുക്കാം. അങ്ങനെ പ്രയോജനം ഉള്ളതാനും. അതിൽ മറ്റുള്ള നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,120, ഒരു പവന് 1,12,960. അതുപോലെ 24 ക്യാരറ്റ് 15,404, ഒരു പവൻ 1,23,232. ഇതാണ് രാവിലത്തെ സ്വർണ്ണ വില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ, വെളിച്ചെണ്ണ ലിറ്റർ 390. എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് ചൂട് കൂടുകയാണ്. അതീവ ചൂടാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും. ഇഴജന്തുക്കൾ ഇപ്പോൾ തണുപ്പ് തിഴങ്ങി നമ്മുടെ വീടുകളിലും പരിസരത്തും എത്താറുണ്ട്. അതിനായി വീടും പരിസരവും നന്നായി വൃത്തിയായി സൂക്ഷിക്കുക. വീടിനടുത്ത് വിറകോ മറ്റും കൂട്ടി വെക്കാതിരിക്കുക. മറ്റും മരച്ചില്ലുകൾ വെട്ടി കളയുക. അതിലിവിടെയൊക്കെ ഹെയർഹോൾ വഴി പാമ്പുകൾ വരാൻ സാധ്യതയുണ്ട്. കുട്ടികൾ ഉറങ്ങുന്ന കിടക്കയിൽ വിഷപ്പാമ്പ്. കുറ്റിയാടിയിലാണ് സംഭവം. പരിശോധിച്ചപ്പോൾ വീടിൻ്റെ മറ്റ് മുറികളിൽ നിന്ന് പിടികൂടിയത് 5 വെള്ളിക്കട്ടന്മാരെ. അതീവ വിഷമുള്ള പാമ്പുകളെയാണ് വീട്ടിൽ നിന്ന് പിടികൂടിയത്. കുട്ടികൾ കിടന്നുറങ്ങിയിരുന്ന കിടക്കയിലാണ് ആദ്യം പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ വീട്ടുകാർ കുട്ടികളെ മാറ്റിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ചുവരിലെ വിള്ളലുകൾ വഴിയോ വാതിലിനിടയിലൂടെയോ ആകാം പാമ്പുകൾ അകത്ത് കടന്നതെന്ന് നിഗമനം. പിടികൂടിയ 5 പാമ്പുകളെയും വനവകുപ്പ് ഉദ്യോഗസ്ഥർ കൈമാറാനുള്ള നടപടികളും സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് ഡെയിലി മുറികളും മറ്റും സുരക്ഷിതമായി ക്ലീൻ ചെയ്യുക. ബെഡുകളൊക്കെ നല്ലതുപോലെ കുടഞ്ഞ് വേണം. തലങ്ങണയൊക്കെ വളരെ നോക്കിയതിന് ശേഷം കിടക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് കുട്ടികളുടെ മുറികളും വളരെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ നോക്കുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി.